ഓണം അടുത്തതോടെ കോഴിക്കോട് ജില്ലയിൽ പൂവിപണി സജീവമായി. ചെറുകിട കടകളിലും റോഡരികിലും വ്യത്യസ്ത തരത്തിലുള്ള പൂക്കളാണ് ഇത്തവണ വിൽപ്പനയ്ക്കെത്തിയത്. വയനാട്ടിലെയും വിലങ്ങാടിലെയും ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ കുറഞ്ഞതോടെ മുൻ വർഷങ്ങളിലെ പോലെയുള്ള പൂക്കളുടെ വിപണി ഇത്തവണ ജില്ലയിൽ കാണാൻ സാധിക്കുന്നില്ലെന്ന് കച്ചവടക്കാർ പറഞ്ഞു. പിന്നെ ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ വർഷത്തെക്കാട്ടിയും വളരെ കോസ്റ്റ്ലി ആയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം സാധനങ്ങളൊക്കെ എടുത്തത്. ഇത് കൂടുതലും വെളിയിൽ നിന്ന് വരുന്നതാണ്, കേരളത്തിൽ നിന്ന് പുറത്തു നിന്നാണ് വരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ വയനാട് ദുരന്തം കാരണങ്ങളൊക്കെ കൊണ്ട് കണ്ടമാനം വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടമാനം സാധനം വലിയ വിലയുടേതാണ്. അപ്പോൾ ഈ പ്രാവശ്യം ജനങ്ങളിൽ നിന്ന് നമ്മൾ വലിയ വിലക്കൊന്നുമല്ല, മീഡിയം സൈസിൽ തന്നെയാണ് വിൽക്കുന്നത്. എന്നാലും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും നോക്കാം, പരമാവധി നമ്മൾ വിലയും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉസൂർ, ബാംഗ്ലൂർ, കോയമ്പത്തൂർ, കമ്പം, തേനി എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിൽ പ്രധാനമായും പൂ എത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഓരോ ജില്ലകളിലും പ്രാദേശികമായി പൂക്കൃഷി വ്യാപിച്ചതോടെ ഓണത്തോടടുക്കുമ്പോഴുള്ള വിലക്കയറ്റം കുറയുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ.